താലി. രചനാ സംഭാഷണം രുദ്രപ്രിയ. ജയന് ദേവിയെ കൊണ്ട് വിളമ്പിപ്പിക്കാനുള്ള സിദ്ധുവിൻ്റെ അടവാണിതെന്ന് ദേവിക്ക് മനസ്സിലായി. അവൾ ജയൻ്റെ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പി വെച്ചു. തന്നെയും മോളെയും കൂടെ കൂട്ടാൻ വന്നതാണെന്ന് കരുതിയപ്പോൾ പോകാൻ പോകുന്നുവെന്ന്. അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം ദേവി ജയൻ്റെ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പാതെ സിദ്ധുവിന് മാത്രം വിളമ്പിയത്. അതും സിദ്ധു കുളമാക്കി കയ്യിൽ കൊടുത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞും ജയൻ പോകുന്ന പുറപ്പാടൊന്നും കാണാത്തത് കൊണ്ട് ദേവി ഉമ്മർത്ത് ചുറ്റിപ്പറ്റി നിന്നു. ഒടുവിൽ ടാബ്ലറ്റ് കഴിച്ച് കിടക്കാനുള്ളതാണെന്ന് പറഞ്ഞ് സിദ്ധു രമ്യയെ കൂട്ടി അകത്തേക്ക് പോയി. അവർക്ക് തമ്മിൽ സംസാരിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തു. ജയൻ ദേവിയുടെ അടുത്തേക്ക് വന്നു. അവനെ കണ്ടതും അവൾ മുഖം തിരിച്ചു നിന്നു. എന്താ ദേവി, ഇനിയും കഴിഞ്ഞില്ലേ ഈ പിണക്കം? ഞാൻ പോകാതെ ഇവിടെ നിൽക്കുന്നതാണോ ഈ മുഖം വീർപ്പിക്കൽ? ആണെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. അങ്ങനെയാണോ ഞാൻ പറഞ്ഞേ? ശരിക്കും എന്താ ദേവി നിന്റെ പ്രശ്നം? ജയൻ ദേവിയെ അടുത്ത് പിടിച്ചിരുത്തി. ദേവി, ഞാൻ ചിത്രയെ വിവാഹം കഴിക്കുമ്പോൾ വിജി +1 മറ്റോ ആണ്. ഒരു കൂടപ്പിറപ്പില്ലാത്ത എനിക്ക് അവൾ പെങ്ങളായിരുന്നു. പക്ഷെ അവളുടെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയാൻ വൈകിപ്പോയി. അതിന് ചിത്ര മരിക്കേണ്ടി വന്നു. അത് കഴിയുമ്പോഴാണ് അവളുടെ തനി സ്വഭാവം മനസ്സിലാക്കിയത്. അതോടുകൂടി പിന്നെ അവളെ ഒഴിവാക്കി. നമ്മുടെ വിവാഹം കഴിഞ്ഞപ്പോൾ അവിടെയും അവൾ വന്ന് മോശമായി പെരുമാറി. അന്നും ഞാൻ അവളെ താക്കീത് ചെയ്ത് വിട്ടു. അവസാന ദിവസം അവൾ നമ്മുടെ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കി. ഇറങ്ങിപ്പോകാൻ നേരം അവളോട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ തനിക്ക്? ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അവളെ ഇല്ലാതാക്കി കളയാനും മടിക്കില്ലെന്ന്. അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ വഴിക്കാണ് അവൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായത്. കണ്ടു നിന്നവർ പറഞ്ഞതനുസരിച്ച് അവൾ മനഃപൂർവ്വം ആ വണ്ടിയിൽ കൊണ്ടിടിച്ചതാണ്. അവളോടാണ് എനിക്ക് താല്പര്യമെങ്കിൽ അവളെയും വിവാഹം കഴിച്ചിരുന്നാൽ പോരായിരുന്നോ? പക്ഷെ ഞാൻ ഒരിക്കലും അവളെ അങ്ങനെ ഒരു കണ്ണിലൂടെ കണ്ടിട്ടില്ല. അവളെ കാണാൻ പോകുമ്പോഴും ഇത്രയും നരകവേദനയിൽ നിന്നും അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകട്ടെ എന്നേ കരുതിയുള്ളൂ. പക്ഷെ അവൾ മരിച്ചു എന്നറിഞ്ഞപ്പോൾ അത് തീരാ വേദനയായി. ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു നിമിഷം അവൾ മരിച്ചെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ താൻ മനസ്സിലാക്കുമെന്ന് കരുതി. ചിത്രയും അവളുടെ കർമ്മങ്ങളും കൂടി ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. ദേവി, എൻ്റെ ചിന്ത അവളെ ഓർത്ത്. എന്നോടുള്ള വാശിപ്പുറത്താണെങ്കിലും ആദ്യമായി അല്പായുസിൽ മരണപ്പെട്ടു പോയ അവളെക്കുറിച്ച് ഓർത്ത് സങ്കടം തോന്നി. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു വാക്കിൽ കുരുങ്ങി. കഴിഞ്ഞ ഒരാഴ്ചയായി താൻ എന്നെ അവഗണിക്കുമ്പോൾ ഞാൻ എന്തുമാത്രം വേദനിച്ചു. ഈ ഒരാഴ്ചയും തനിക്ക് ആശ്വാസമായി നമ്മുടെ മോളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ആശ്വസിക്കാൻ ആരുണ്ടായിരുന്നു? സോറി കുട്ടേട്ടാ. കുട്ടേട്ടൻ്റെ സങ്കടം കണ്ടപ്പോൾ വിജി മരിച്ചതിൽ ഇത്രയും വേദന കുട്ടേട്ടന്. അത് ഏതൊരു ഭാര്യയെയും പോലെ ഞാനും ചിന്തിച്ചു പോയി ദേവി. വിജി അവളെൻ്റെ അമ്മയുടെ വയറ്റിൽ പിറന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ അത്രയും അവളെ പെങ്ങളെ പോലെ കണ്ടിരുന്നു. അവൾക്ക് ഞങ്ങളുടെ വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യവുമായിരുന്നു. ചിത്രയുടെ മരണശേഷവും അവളുടെ പെരുമാറ്റം വൃത്തിയായി തോന്നിയില്ല. അപ്പോഴാണ് അവൾക്കെന്നെ നേരത്തെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ മുതൽ വെറുപ്പായി തുടങ്ങി. എങ്കിലും പെങ്ങളെപ്പോലെ സ്നേഹിച്ചിരുന്നവൾ മരിച്ചെന്നറിയുമ്പോൾ വേദനിക്കാതിരിക്കാൻ മാത്രം അത്രയും ഹൃദയമില്ലാത്തവനാണോടി ഞാൻ? സോറി കുട്ടേട്ടാ, സോറി. ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ എനിക്ക് തോന്നിപ്പോയി ഞാൻ എത്രയോ തവണ കുട്ടേട്ടനെ അവഗണിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു വാക്കുകൊണ്ട് പോലും കുട്ടേട്ടൻ എന്നെ വേദനിപ്പിച്ചിട്ടില്ല, പിണങ്ങിയിട്ടില്ല. പക്ഷേ ഞാൻ അങ്ങനെയല്ലല്ലോ ചെയ്തത്. സാരമില്ലടി, നമുക്ക് തമ്മിൽ പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. പിന്നെ എങ്ങനെയാ? കുട്ടേട്ടൻ പൊയ്ക്കോ. അവിടെ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ മോളെയും കൊണ്ട് രാവിലെ വന്നേക്കാം. അമ്മയെ ഹോസ്പിറ്റലിലേക്കോ മറ്റോ മാറ്റണമെന്ന് ഞാൻ സിദ്ധുവിനോട് ചോദിച്ചു. വേണ്ട, അടുത്തുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടർ വന്ന് നോക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇത്രയും സുഖമില്ലാത്ത കാര്യം ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ ദേവി. കുട്ടേട്ടൻ വിചാരിക്കുന്ന പോലെയല്ല. അമ്മയെ കണ്ടില്ലായിരുന്നോ? അമ്മ ഇപ്പോൾ ആരോടും അധികം ഒന്നും സംസാരിക്കാതെ ആ റൂമിനുള്ളിൽ തന്നെ കഴിച്ചു കൂട്ടുകയാണ്. പുറത്തേക്കിറങ്ങി ഭക്ഷണം കഴിക്കാൻ പോലും അമ്മ വരാറില്ല. ദേവേട്ടൻ്റെ വേർപാട് എന്നെ തളർത്തിയപ്പോൾ അന്ന് വീണുപോയതാണ് അമ്മയും. പിന്നെ ഒരു വിധത്തിലാക്കുകയാണ് അമ്മ കയറി വന്നത്. പക്ഷേ പ്രതീക്ഷിക്കാതെ ഉണ്ടായ അച്ഛൻ്റെ മരണം അതും കൂടി അമ്മയ്ക്ക് താങ്ങാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അന്ന് അമ്മയെയും കൂട്ടി ഇവിടേക്ക് വന്നത്. ഇവിടെയാകുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ കുറച്ചുകൂടി അമ്മയ്ക്ക് കിട്ടുമല്ലോ എന്ന്. അമ്മായിയും അമ്മയും കൂടെ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ അമ്മയോട് പോലും ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കില്ല. എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കാനാണ് അമ്മ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്.
ഞാൻ പലതവണ അമ്മായിയോട് പറഞ്ഞതാണ് ഞാനിവിടെ വന്ന് അമ്മയുടെ കാര്യങ്ങൾ നോക്കാമെന്ന്. പക്ഷേ അമ്മായിയാണ് അതിന് സമ്മതിക്കാത്തത്. ഇവിടെ അമ്മായിയുടെ കാര്യം നോക്കാൻ അമ്മയും സിദ്ധുവേട്ടനും എല്ലാം ഉണ്ട്. അവിടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഇട്ടിട്ട് ഞാനിവിടെ വന്ന് നിൽക്കേണ്ടെന്നാണ് അമ്മായിയുടെ അഭിപ്രായം. എത്രയോ വട്ടം അമ്മായി സിദ്ധുവേട്ടനും അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കാണിച്ചതാണ്. പക്ഷേ അമ്മ ഒന്നിനോട് സഹകരിക്കുന്നില്ല. എന്നോട് സംസാരിച്ച് നിന്ന് നേരം കളയാതെ കുട്ടേട്ടൻ പോകാൻ നോക്ക്. അങ്ങനെ പോകാനല്ല പെണ്ണെ ഞാൻ വന്നത്, നിന്നെയും മോളെയും കൂടെ കൂട്ടാൻ തന്നെയാണ്. വന്നപ്പോഴേ ഞാനത് സിദ്ധുവിനോട് പറഞ്ഞു, നിന്നോട് പറയേണ്ടെന്ന്. അവിടെ അമ്മയുടെ അടുത്ത് സുധുചേച്ചിയെ ഏർപ്പാടാക്കിയിട്ടാണ് ഞാൻ വന്നത്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇന്നിവിടെ നിൻ്റെ ഒപ്പമാണ്. രാവിലെ തന്നെ ദേവിയും ജയനും പോകാൻ റെഡിയായി ഇറങ്ങി. അമ്മയെ കാണാൻ ചെല്ലുമ്പോൾ കിടക്കുകയാണ്. മാതുമോൾ അമ്മാമ്മയെന്ന് വിളിച്ചപ്പോൾ അവളെ നോക്കി. ജയനെയും ദേവിയെയും ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അമ്മ എന്താ ഇങ്ങനെ? എപ്പോഴും ഈ റൂമിൽ തന്നെ അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് വയ്യായ്മ തോന്നുന്നത്. പുറത്തേക്ക് ഇറങ്ങിയിരിക്കണം, അപ്പോഴല്ലേ ആൾക്കാരെ കാണാനും ഇടപെടാനും കഴിയൂ. സരോജൻ ദേവിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ദേവിക്ക് അത് കണ്ടപ്പോൾ വിഷമം തോന്നി. ദേവി, നമുക്ക് അമ്മയെ കൂടെ കൊണ്ടുപോയാലോ? അവിടെ മോളുടെ കളിച്ചിരിയും ഒക്കെ കാണുമ്പോൾ മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നു. ജയൻ ദേവിയോട് പറഞ്ഞു. അത് ഞാനും വിചാരിക്കാതിരുന്നില്ല കുട്ടേട്ടാ. അമ്മായിയോടും സിദ്ധുവേട്ടനോടും കൂടി ചോദിക്കട്ടെ. അപ്പോഴേക്കും സിദ്ധു റൂമിലേക്ക് കയറി വന്നു. നിങ്ങൾ എത്രയും നേരത്തെ പോകാൻ റെഡിയായോ? ഞങ്ങൾ പോകാൻ റെഡിയായതായിരുന്നു ഏട്ടാ. അമ്മയെ ഞങ്ങൾ കൂടെ കൊണ്ടുവയ്ക്കോട്ടെ? മോള് വിളിച്ചപ്പോൾ മാത്രമാണ് അമ്മ റെസ്പോണ്ട് ചെയ്തത്. അവിടെ മോളുടെയും എൻ്റെയും സാമീപ്യം അമ്മയ്ക്ക് ആശ്വാസമാകും. എന്നാൽ ഓക്കെ, ചിലപ്പോൾ ഒരു മാറ്റം അമ്മയ്ക്ക് നല്ലതിനായിരിക്കും. എന്നാൽ അങ്ങനെ ആവട്ടെ. ജെയിൻ ബുള്ളറ്റിലല്ലേ വന്നത്? അതിവിടെ ഇരിക്കട്ടെ. നീ എൻ്റെ കാർ എടുത്ത് പൊയ്ക്കോ. അമ്മയുടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ദേവി തന്നെയാണ് ബാഗിലാക്കി കാറിൽ വെച്ചത്. അമ്മ ഇവിടേക്ക് വരുമ്പോൾ പഴയ അമ്മയായിരിക്കും. ഏട്ടൻ നോക്കിക്കോ. വീടെത്തുമ്പോൾ ഏകദേശം ഉച്ചയോടടുത്തു. മഹേശ്വരി അമ്മ സരോജിനി അമ്മയെ കണ്ട ഉടനെ തന്നെ സന്തോഷത്തോടെ വന്ന് കയ്യിൽ പിടിച്ചു. എന്നാൽ അവർ ഒന്ന് നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. മഹേശ്വരി അമ്മ സിദ്ധുവിനെയും ദേവിയെയും മാറി മാറി നോക്കി. എന്താ മോളെ അമ്മയൊന്നും മിണ്ടാത്തത്? ഇപ്പോൾ കുറേ നാളായി അമ്മ ഇങ്ങനെയാണ്. ആരോടും ഒന്നും സംസാരിക്കാതെ ഏതു നേരവും മുറിയടച്ച് അതിനകത്തിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അതെന്തായാലും നന്നായി. എനിക്കും ഇവിടെ ഒരു കൂട്ടാവുമല്ലോ. ഈ കുറുമ്പ് പെണ്ണിൻ്റെ കളിയും ചിരിയും കൂടിയാകുമ്പോൾ സരോജം പഴയതുപോലെ ആകും. മഹേശ്വരി അമ്മയുടെ റൂമിൽ തന്നെയാണ് സരോജത്തിൻ്റെയും ബെഡ് ശരിയാക്കിയത്. അന്ന് മാതുമോള് അമ്മയ്ക്കൊപ്പമേ കിടക്കുള്ളൂ എന്ന് ഒരേ വാശിയായിരുന്നു. ഒടുവിൽ നിവൃത്തിയില്ലാതെ ദേവിക്കത് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. അമ്മമാരുടെ രണ്ടുപേരുടെയും നടുക്ക് കിടന്നു മാതുമോള്. ഏറെ നാളിന് ശേഷം അന്ന് സരോജം സുഖമായി ഉറങ്ങി. അവരുടെ മനസ്സ് നിറയെ അമ്പുമോനായിരുന്നു. അവൻ്റെ സാമീപ്യമായിരുന്നു. രാവിലെ മഹേശ്വരി അമ്മ ഉണർന്നപ്പോൾ തന്നെ സരോജവും ഉണർന്നു. മുകളിലേക്ക് നോക്കി അങ്ങനെ കിടന്നു. ദേവി രാവിലെ വന്ന് നോക്കുമ്പോൾ രണ്ടമ്മമാരും ഉണർന്നിരിക്കുന്നു. രണ്ടുപേർക്കും കുടിക്കാനായി കട്ടൻ കൊണ്ട് കൊടുത്തു. എന്നാൽ മഹേശ്വരി അമ്മ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സരോജിനിയെയും കൂടി വിളിച്ചു. എങ്കിലും അവർ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായില്ല. ദേവിക്കത് കണ്ടപ്പോൾ വിഷമം തോന്നി. മോൾ വിഷമിക്കാതെ, പതിയെ പതിയെ നമുക്ക് അമ്മയെ മാറ്റിയെടുക്കാം. രാവിലെ മഹേശ്വരി അമ്മ ദേവിക്കൊപ്പം അടുക്കളയിൽ കയറി. പുട്ടും കടലക്കറിയുമായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. മഹേശ്വരി അമ്മ കടലക്കറിക്ക് വേണ്ട ചെറിയ ഉള്ളി എടുത്ത് തൊലി കളയാനിരുന്നതും മാതുമോൾ ഉണർന്ന് ബഹളം വയ്ക്കുന്നത് കേട്ടിട്ടാണ് ദേവി മുറിയിലേക്ക് ചെന്നത്. സരോജിനി അമ്മയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വരാൻ വലിക്കുന്ന മാതുമോളെ കണ്ടു. സരോജിനി അമ്മ ബെഡിൽ ഇരിപ്പുണ്ട്. എന്താ അമ്മ, മോള് വന്ന് വിളിച്ചിട്ട് അമ്മ പുറത്തേക്ക് വരാത്തത്? അതിനല്ലേ അവൾ കരയുന്നത്? ദേവിയുടെ ചോദ്യം കേട്ടപ്പോൾ സരോജ മുഖമുയർത്തി ദേവിയെ നോക്കി. പിന്നെ പതിയെ എഴുന്നേറ്റ് റൂമിന് പുറത്തെ ഡൈനിങ്ങിലേക്ക് നടയിരുന്നു. മാതുമോൾ കൈകൊട്ടി അവളുടെ സന്തോഷം പ്രകടിപ്പിച്ചു. അമ്മുവും ദത്തനും ദേവിയും കൂടി ചില വഴിപാടുകൾ നടത്തുന്നതിനായി അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ്. ഏകദേശം 2-3 ദിവസത്തെ യാത്രയുണ്ട്. അമ്മുവിന് എത്രയും പെട്ടെന്ന് വിശേഷം ഉണ്ടാകുന്നതിനും മക്കൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതിനും കൂടി വേണ്ടിയുള്ള വഴിപാടാണ് ദേവിക നടത്തിയത്. അവരുടെ മനസ്സിലെ സങ്കടം മാറ്റുന്നതിനും കൂടി വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തത്. ഉച്ചയോടുകൂടി അമ്മാവിൻ്റെ ഫോണിൽ നിന്നൊരു കോൾ ഹരിയെ തേടിയെത്തി. അർജൻറ്റ് മീറ്റിങ്ങും തിരക്കുമായതുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം 3 മണിയോടുകൂടിയാണ് ഹരി തിരികെ വിളിച്ചത്. എന്താ അമ്മാവ, എന്താ അത്യാവശ്യമായി കാണാൻ പറഞ്ഞത്? എൻ്റെ ഹരിക്കുട്ട, ഞാൻ നിന്നെ വിളിച്ചിട്ട് സമയം 2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോഴാണോടാ നീ തിരികെ വിളിക്കുന്നത്? ചാവാൻ കിടക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചാൽ നീ സഞ്ചാരത്തിനെങ്കിലും കോൾ എടുക്കും. നിന്നെ അന്വേഷിച്ച് ഇവിടെ ഒരാൾ വന്നിരിക്കുന്നു.
സമയം ഒരു 2 മണിക്കൂറായി ആ കുട്ടി വന്നിട്ട്. പെങ്ങളാകെ കലിപ്പിച്ച് നിൽക്കുകയാണ്. നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരെയാൻ നോക്ക്. ആരാ അമ്മാവ അത്ര അത്യാവശ്യമായി എന്നെ കാണാൻ വന്നിരിക്കുന്നത്? എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അമ്മാവനൊരു കാര്യം ചെയ്യ്, എന്നെ കാണാൻ വന്ന ആളെയും കൂട്ടി ഓഫീസിലേക്ക് വാ. എടാ, അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നുമല്ല ഇവിടെ. നീ ഇങ്ങോട്ട് വരാൻ പറ്റുമെങ്കിൽ വാ, ഇല്ലെങ്കിൽ പെങ്ങൾ നിന്നെ അന്വേഷിച്ച് അങ്ങോട്ട് വരും. അമ്മാവ എന്തോ പറയാനായി സിദ്ധു തുടങ്ങുമ്പോഴേക്കും മറുപുറം കോൾ കട്ടായി. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്രപ്രിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ കൂടി കഥകൾ ഇടുന്നുണ്ട്. ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സഹായിക്കണേ.